ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഷീറ്റ് മെറ്റലിൽ മാർക്കിംഗ് ടൂളുകളെ കുറിച്ചെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടൂളാണ് സ്ട്രെയിറ്റ് എഡ്ജ്. ഓക്കെ, എന്താണ് സ്ട്രെയിറ്റ് എഡ്ജ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് ഗ്രാജുവേറ്റഡ് സ്റ്റീൽ ബാർ വിത്ത് വൺ ലോഞ്ചിറ്റ്യൂഡിനൽ എഡ്ജ് ബെവൽഡ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ സ്ക്രൈബിംഗ് ലോങ് സ്ട്രെയിറ്റ് ലൈൻസ്. ഇതാണ് ആ ബെവൽ, സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഒരു സൈഡിലേക്ക് ചെരിവുണ്ട്. ബെവൽ എന്ന് പറഞ്ഞാൽ ചെരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു മീനിങ് ആണ്. ഒരു സൈഡിലേക്ക് എന്തുണ്ട്, ബെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് സ്റ്റീൽ കൊണ്ട് തന്നെയാണ് നിർമ്മിക്കുന്നത്, ഒരു സ്റ്റീൽ ബാറാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മൾ സ്ക്രൈബർ ഉണ്ടല്ലോ, സ്ക്രൈബർ ഉപയോഗിച്ചിട്ട് നീളത്തിൽ സ്ട്രെയിറ്റ് ലൈൻസും കാര്യങ്ങളൊക്കെ ഷീറ്റിൽ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ട്രെയിറ്റ് എഡ്ജാണ് ഉപയോഗിക്കുക. നമ്മളൊരിക്കലും ഷീറ്റ് മെറ്റലിൽ നമുക്കിപ്പോൾ ഒരു ഷീറ്റിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യണം, ഒരു ലൈന് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീൽ റൂൾ ഒന്നും ഉപയോഗിക്കരുത്. കാരണം സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് മെഷറിംഗ് ടൂളാണ്, അല്ലാതെ നമ്മൾ അതിൽ ലൈൻസ് വരയ്ക്കാനോ അല്ലെങ്കിൽ സ്ക്രൈബർ ഉപയോഗിച്ച് വരയ്ക്കാനുള്ള ടൂളല്ല. ഓക്കെ, സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് എന്താണ്, അത് മെഷർ ചെയ്യുന്നത്, അളവ് മെഷർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നുള്ള അളവ് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റീൽ റൂൾ ഉപയോഗിക്കുക. അപ്പോൾ അത്തരം അവസരങ്ങൾ സ്ക്രൈബറൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം, ഒരു ലെങ്ത്ത് കൂടിയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ടൂളാണ് ഇത് സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അതിൻ്റെ പേര്, സ്ട്രെയിറ്റ് എഡ്ജ്. ഇനി നമ്മുടെ അടുത്ത ടൂളാണ് സ്റ്റീൽ സ്ക്വയർ. ഓക്കെ, എന്താണ് പേര്, സ്റ്റീൽ സ്ക്വയർ. നമുക്ക് നോക്കാം എന്താണ് സ്റ്റീൽ സ്ക്വയർ, എന്താണെന്ന് നോക്കാം. മെയ്ഡ് ഓഫ് ഹാർഡനഡ് സ്റ്റീൽ. സ്റ്റീൽ സ്ക്വയർ ഉണ്ടാക്കുന്നത് എന്താണ്, ഹാർഡൻ സ്റ്റീൽ, ഹാർഡനിങ് ചെയ്തിട്ടുള്ള സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഇൻ ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ടു എനി ബേസ് ലൈൻ. എന്താണ് പെർപെൻഡിക്കുലർ, സ്റ്റീലിൻ്റെ നമ്മുടെ ട്രൈ സ്ക്വയർ ഉണ്ടല്ലോ, ട്രൈ സ്ക്വയറിൻ്റെ മറ്റൊരു രൂപമാണ് ഇത് സ്റ്റീൽ സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചിത്രം കാണാൻ പറ്റും. നമ്മുടെ നോർമൽ സ്റ്റീൽ റൂൾ പോലെ തന്നെ ജോയിൻ ചെയ്ത പോലെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് എന്ത്, ആ ചിത്രം, സ്റ്റീൽ സ്ക്വയർ എന്നുള്ളതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ്. പെർപെൻഡിക്കുലർ ലൈനൊക്കെ നമ്മുടെ ഷീറ്റ് മെറ്റലിൽ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ ലൈൻസ് വരയ്ക്കുന്നതിനാണ് എന്ത്, സ്റ്റീൽ സ്ക്വയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള കുറച്ച് ടൂൾസുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം വരുന്നതാണ് സ്ക്രൈബർ എന്നുള്ളത്, അല്ലേ? നമുക്കറിയാം സ്ക്രൈബർ എന്താണെന്നുള്ളത്. സ്ക്രൈബർ ആൾസോ നോൺ ആസ് മെറ്റൽ വർക്കേഴ്സ് പെൻസിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സ്ക്രൈബറിന് നമ്മൾ എന്താ പറയുക, മെറ്റൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ പെൻസിൽ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, സ്ക്രൈബർ അറിയപ്പെടുന്നത്. സ്ക്രൈബറിൻ്റെ ചിത്രമുണ്ട്, 2 ടൈപ്പ് സ്ക്രൈബറിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് വൺ ഹാർഡ് ആൻഡ് ഷാർപ്പ് പോയിൻറ്റഡ് എഡ്ജ് ടു സ്ക്രാച്ച് ലൈൻ ഓൺ ഷീറ്റ് മെറ്റൽ. എന്താ പറയുന്നത്, ഇറ്റ് ഹാസ് വൺ ഹാർഡ് ആൻഡ് ഷാർപ്പ് പോയിൻറ്റഡ് എഡ്ജ്. ഇതിനെന്തുണ്ടായിരിക്കും, നല്ല ഷാർപ്പായിട്ടുള്ള പോയിൻ്റ് എഡ്ജ് ഉണ്ടായിരിക്കും. എന്തിനാണ് ആ പോയിൻ്റ് എഡ്ജ് കൊടുക്കുന്നത്, ഈ ഷീറ്റിൽ സ്ക്രാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഷീറ്റിൽ ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, ലൈൻസ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹാർഡനഡ് ഷാർപ്പ് പോയിൻ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രൈബർ എന്നുള്ള ടൂൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഷീറ്റിൽ ലൈൻസും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്ക്രൈബർ ഉപയോഗിക്കുന്നതിനാണ് ഷീറ്റിൽ ലൈൻസും കാര്യങ്ങളും വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കേട്ട് വരുന്നൊരു ടൂളാണ് ഡിവൈഡേഴ്സ്. ഡിവൈഡേഴ്സ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് സർക്കിൾസ്, സർക്കിൾ വരയ്ക്കാൻ. ആർക്ക് ഓൺ ഷീറ്റ് മെറ്റൽ ആൻഡ് ആൾസോ യൂസ്ഡ് ടു മാർക്ക് ഡിസൈഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. ഡിവൈഡേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോൾ കോമ്പസാണ് സാധാരണ ബുക്കിലൊക്കെ വട്ടം വരയ്ക്കാനും ആർക്ക് വരയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഷീറ്റിൽ ഒരു സർക്കിൾ വരയ്ക്കണം അല്ലെങ്കിൽ ആർക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 പോയിൻറ്റും എന്തായിരിക്കണം, നല്ല ഷാർപ്പ് എഡ്ജ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഡിവൈഡർ ഉപയോഗിക്കും. ഡിവൈഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, സർക്കിളും മാർക്കും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സ്ഥലത്തു നിന്നുള്ള അളവ് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. ഒരു ഡയമീറ്റർ എടുത്തിട്ട് മറ്റൊരു ഷീറ്റിലേക്ക് ആ ഡയമീറ്റർ ട്രാൻസ്ഫോം ചെയ്യുമെങ്കിലും നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം, ഈ ഡിവൈഡർ ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തൊന്നാണ് ട്രമ്മൽ പോയിൻറ്റ്സ്. ട്രമ്മൽ പോയിൻറ്റ്സ് എന്താ നോക്കാം. കൺസിസ്റ്റ് ഓഫ് എ ബാർ വിത്ത് 2 മൂവബിൾ ഹെഡ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ ലാർജ് സർക്കിൾസ് ഓർ ആർക്ക് ദാറ്റ് ആർ ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് ദ ഡിവൈഡേഴ്സ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, ട്രമ്മൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈഡറിന് ഒരു പരിധിയുണ്ട്. ഡിവൈഡർ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ സർക്കിളും ചെറിയ ആർക്കുകളും മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിവൈഡർ ഉപയോഗിച്ച് വരയ്ക്കുന്നതിനേക്കാളും വലിയ ആർക്ക് അതുപോലെ വലിയ സർക്കിളൊക്കെ ഷീറ്റിൽ വരയ്ക്കണം. വളരെ ഡയമീറ്റർ കൂടിയുള്ള സർക്കിളും വളരെ ഡയമീറ്റർ കൂടിയുള്ള ആർക്കെല്ലാം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത് ട്രമ്മൽ പോയിൻറ്റ്സ്. എന്താണ് ട്രമ്മൽ പോയിൻറ്റ്സ് എന്നുള്ള ടൂളാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു അവസരത്തിൽ ഉപയോഗിക്കുക. ഓക്കെ, ഡിവൈഡർ വെച്ച് വരയ്ക്കുന്നതിനേക്കാളും വലിയ സർക്കിളും അതുപോലെ ആർക്കുകളും വരയ്ക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇത്
ട്രമ്മൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രമ്മൽ പോയിൻറ്റ്സിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്യാൻ പറ്റും? അതിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 ലെഗ് ഉണ്ട്. ഒരു ലെഗ് ഇവിടെയും ഒരു ലെഗ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതിലൊരു ലെഗ് ഫിക്സഡ് ആയിരിക്കും, മറ്റൊരു ലെഗ് എന്താണ് മൂവബിൾ ആണ്. ആ ഒരു മൂവബിൾ ലെഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വെച്ചിട്ട് സർക്കിൾസ്, വലിയ സർക്കിൾസ്, അതുപോലെ വലിയ ആർക്ക് കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ നോക്കിയത് സ്ക്രൈബേഴ്സ്, ഡിവൈഡേഴ്സ്, ട്രമ്മൽസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതാണ് ഒരു സ്ക്രൈബറിൻ്റെ നിങ്ങൾ വരയ്ക്കേണ്ട ഒരു ചിത്രം. ഇതാണ് സ്ക്രൈബർ. ഞാൻ നേരത്തെ സ്ക്രൈബറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രം വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഡിവൈഡറിൻ്റെ ഈ ഒരു സിമ്പിൾ ചിത്രം വരച്ചാൽ മതി. പിന്നീട് നമുക്ക് വരുന്നൊരു ടൂളാണ് പഞ്ച് എന്ന് പറയുന്നത്, അല്ലേ? പഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. പഞ്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു മാർക്കിംഗ് ഔട്ട് വർക്ക് ലൊക്കേറ്റിംഗ് സെൻറ്റേഴ്സ്. മാർക്കിംഗ് ചെയ്യുന്നതല്ലേ, പഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്കിംഗ് ചെയ്യും. അതുപോലെ അതിൻ്റെ സെൻറ്ററൊക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ നമ്മൾ പഞ്ച് ഉപയോഗിക്കും. ഓക്കെ, പഞ്ച് നമുക്ക് പ്രധാനപ്പെട്ട 3 പഞ്ചുകളുള്ളത്. അതിലൊന്ന് പ്രിക് പഞ്ച്, പിന്നൊന്ന് സെൻറ്റർ പഞ്ച്, പിന്നൊന്ന് ഹാൻഡ് ലിവർ പഞ്ച്. ഓക്കെ, പ്രിക് പഞ്ച്, സെൻറ്റർ പഞ്ച് ആൻഡ് ഹാൻഡ് ലിവർ പഞ്ച്. അതിൽ ആദ്യം വരുന്ന പ്രിക് പഞ്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈസ് യൂസ്ഡ് ടു മേക്ക് സ്മാൾ മാർക്സ് ഓൺ ലേഔട്ട് ലൈൻസ്. പ്രിക് പഞ്ച് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ചെറിയ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് പ്രിക് പഞ്ച് ഉപയോഗിക്കുന്നത്. പിന്നീട് വരുന്നതാണ് സെൻറ്റർ പഞ്ച്. സെൻറ്റർ പഞ്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് പ്രിക് പഞ്ച് മാർക്കേഴ്സ് ലാർജർ അറ്റ് ദ സെൻറ്റർ ഹോൾസ്. നമ്മളെന്താണ് പ്രിക് പഞ്ച് ചെറിയ കാര്യത്തിനാണ്, ചെറിയ മാർക്കിങ്ങിനാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സെൻറ്റർ പഞ്ച് എന്താണ്? നമ്മളെ പ്രിക് പഞ്ചായിട്ടുള്ള ചെറിയ മാർക്കിങ്ങിനെക്കാളും വലിയ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ, അതുപോലെ വലിയ ഡയമീറ്ററിലുള്ള മാർക്കിങ്ങൊക്കെ ചെയ്യുന്നതിനാണ് സെൻറ്റർ പഞ്ച് യൂസ് ചെയ്യുക. പിന്നീട് വരുന്നത് ഹാൻഡ് ലിവർ പഞ്ചാണ്. ഹാൻഡ് ലിവർ പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഹോൾസ് with a punch and die incorporated in the tools when a large number of holes are to be punched. അതായത് നമ്മൾ പറഞ്ഞ പ്രിക് പഞ്ചും സെൻറ്റർ പഞ്ചും ചെറിയ മാർക്കിങ്സ് നമ്മൾ ഫിറ്റിങ്ങിലൊക്കെ ചെയ്തപ്പോൾ ചെറിയ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ച് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ അതിനാണ് സെൻറ്റർ പഞ്ചും പ്രിക് പഞ്ചൊക്കെ ഉപയോഗിക്കുന്നത്. ഹാൻഡ് ലിവർ പഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറായിട്ട് ഒരു ഡൈ താഴെ കൊടുത്തിട്ടുണ്ടാവും, മുകളിൽ നിന്നും പഞ്ച് വെച്ചിട്ട് ഹോൾസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ സ്ക്യൂസിങ് എന്നുള്ള പ്രോസസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു അവസരങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹാൻഡ് ലിവർ പഞ്ച് യൂസ് ചെയ്യുക. അതായത് ഹോൾസ് നമ്മൾ ബ്ലാങ്കിങ്, പഞ്ചിങ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു ഷീറ്റ് മെറ്റൽ ഓപ്പറേഷനിൽ. അതിൽ പഞ്ചിങ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം മാത്രം കിട്ടും, ബാക്കി സ്ക്രാപ്പായിട്ട് പോകുന്നു, അല്ലേ? അപ്പോൾ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹാൻഡ് ലിവർ പഞ്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, 3 പഞ്ചാണ്: പ്രിക് പഞ്ച്, സെൻറ്റർ പഞ്ച്, ഹാൻഡ് ലിവർ പഞ്ച്. പിന്നീട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിസൽ എന്നുള്ളതാണ്. ചിസലൊക്കെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഫിറ്റിങ്ങിലും അതുപോലെ സ്മിത്തി തുടങ്ങിയ ട്രേഡുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചിസൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിസൽ യൂസ്ഡ് ഫോർ കട്ടിംഗ് ഷീറ്റ്, റിവറ്റ്, ബോൾട്ട് ആൻഡ് ചിപ്പിംഗ് ഓപ്പറേഷൻസ്. നമുക്കറിയാം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കട്ടിങ്, അതുപോലെ കട്ടിംഗ് ഷീറ്റ്, റിവറ്റ് കാര്യങ്ങൾ കട്ട് ചെയ്യാൻ, അതുപോലെ ചിപ്പിംഗ് ഒക്കെ ചെയ്യുന്നതിനാണ്. ഫ്ലാറ്റ് ചിസൽ ആൻഡ് റൗണ്ട് നോസ് ചിസൽസ് ആർ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്. ഏതൊക്കെയാണ്? ഫ്ലാറ്റ് ചിസൽ ഉണ്ട്, ഈ ചിത്രത്തിൽ കാണിച്ചുള്ള ഫ്ലാറ്റ് ചിസലാണ് മുകളിലുള്ളത്. താഴെ കാണിച്ചിട്ടുള്ളത് റൗണ്ട് നോസ് ചിസലുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ചിസൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇപ്പോൾ ചിസലിനെ കുറിച്ചിട്ടും അതുപോലെ പഞ്ചിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്തത് ഇതിന് മുന്നുള്ള ഒരുപാട് വീഡിയോകളിലും ഒരുപാട് ട്രേഡുകളിലും നമ്മൾ ലാബിലാണെങ്കിലും തിയറിയിലാണെങ്കിലും പഞ്ചിനെ കുറിച്ചും ചിസലിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാരണമാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോവാത്തത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഞ്ചിൽ തന്നെ പ്രിക് പഞ്ച് എന്താണ്, സെൻറ്റർ പഞ്ച് എന്താണ്, ഹാൻഡ് ലിവർ പഞ്ച് എന്താണെന്നൊക്കെ ജസ്റ്റ് നോക്കി. അതുപോലെ തന്നെ സ്ക്രൈബർ, ഡിവൈഡർ, പിന്നെ ട്രമ്മൽ പോയിൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചു. ഇതിൽ നമുക്ക് അറിയാത്തൊരു കാര്യം എന്നുള്ളത് ട്രമ്മൽ പോയിൻറ്റ്സ് ആയിരുന്നു. സ്ക്രൈബറും ഡിവൈഡേഴ്സൊക്കെ നമ്മൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ട്. ട്രമ്മൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് വലിയ സർക്കിൾസും അതുപോലെ വലിയ ആർക്കുകളും, വലിയ ഡയമീറ്ററുള്ള ആർക്കും വലിയ ഡയമീറ്ററുള്ള സർക്കിൾസൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രമ്മൽ പോയിൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് എഡ്ജ്, സ്റ്റീൽ സ്ക്വയർ തുടങ്ങിയ 2 പ്രധാനപ്പെട്ട ടൂൾസിനെ കുറിച്ചും പഠിച്ചു. ഓക്കെ, താങ്ക് യു.